ഹലോ ഫ്രണ്ട്സ്, 2026 മാർച്ച് എക്സാമിന് വേണ്ടിയുള്ള റിവിഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പോൾ പരീക്ഷാടിസ്ഥാനത്തിൽ ഈ അധ്യായത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടികൾ എന്തെല്ലാമാണ് നോക്കാം. The magnetic field lines of a bar magnet or a solenoid forms continuous closed loops. ഒരു ബാർ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്നുള്ള കോൺസെപ്റ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ട്. എന്നാൽ ഒരു ബാർ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് അങ്ങനെ ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല. ദൈ ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഈ ഒരു പ്രോപ്പർട്ടി ഗോസസ് ലോ പോലെയുള്ള നിയമങ്ങളിലൊക്കെ വലിയ കോൺസിക്വൻസസ് വരുത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. ദ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എ പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണെന്ന് വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് സൂചിപ്പിക്കുന്നത് ഇവിടെ കാണുന്ന ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നിലധികം സോഴ്സുകൾ കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ആ പോയിന്റിൽ, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മളോട് പറയുന്നത് ആ പരിഗണിച്ച പർട്ടിക്കുലർ പോയിന്റിലുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഒരു ഫീൽഡ് ലൈനിൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഒരു പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ദാറ്റ് വിൽ ഗീവ് യു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. തേർഡ് പോയിന്റ് നോക്കാം. ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ ഗീവ്സ് ദി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ ഒരു സ്ഥലത്തൂടെ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തേക്കാൾ മറ്റൊരു അതേ അളവിലുള്ള ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഫസ്റ്റ് പരിഗണിച്ച സ്ഥലത്തേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് per unit area gives the strength of magnetic field. Fourth point, magnetic field lines do not intersect each other. ഇപ്പോൾ ഈ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പരസ്പരം എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിലും പഠിച്ചിട്ടുണ്ട്. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കൂട്ടിമുട്ടില്ലായിരുന്നു. അവിടെയുള്ള കാരണമൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതാണ്. ഇവിടെ എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുന്നില്ല എന്ന് പറയുന്നു എന്ന് നോക്കാം. If they intersect, magnetic field will have two directions at a point which is not possible. അതായത് രണ്ട് ഫീൽഡ് ലൈനുകൾ, പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരേ സമയം രണ്ട് ഡയറക്ഷൻസ് ഉണ്ടാവും. അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഓർക്കാം, ഇതേ കാരണം തന്നെയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എന്തുകൊണ്ട് കൂട്ടിമുട്ടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ വിശദീകരണവും. ഇവിടെ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കിയാൽ, ഇമാജിൻ ടു ഫീൽഡ് ലൈൻസ് ഓവർ ദെയർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണെന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിൽ അവർ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുൻപ് പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ചാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാൻ കഴിയും. ഒന്ന് ഇങ്ങനെയായിരിക്കും, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരണം. അതുപോലെ മറ്റൊന്ന് രണ്ടാമത്തെ ഫീൽഡ് ലൈനിന് ടാൻജൻ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാം, അതും ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരണം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ പറഞ്ഞതിൽ ഏതാണ് യഥാർത്ഥത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്നൊരു ചോദ്യം. അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് ഒരേ സമയത്ത് ഒരു പോയിന്റിന് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരില്ല. അപ്പം അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. നമുക്കൊരു സ്പെഷ്യൽ പോയിന്റ് ഇങ്ങനെ ഓർക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കനോട്ട് ബി കോൾഡ് ആസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അങ്ങനെ വിളിച്ചിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ്സിനെ നമുക്ക്
മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം അൺലൈക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ചാർജിന് മേൽ ഏൽക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ നമ്മൾ ഒരു പോയിൻറ്റിൽ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ അത് ആ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഈ പോയിൻറ്റിലെത്തുമ്പോൾ ഒരു മൂവ് ചെയ്യുന്ന ചാർജിന് മേൽ ഏൽക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കൂ. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോയിൻ്റ് പരിഗണിക്കുന്നു, ആ പോയിൻ്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചു, ദാറ്റ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ ഇത് തന്നെയാണ് ഈ പോയിന്റിൽ വെച്ചിരിക്കുന്ന ക്യൂ എന്ന ചാർജിന് മേലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നിവിടെ വിളിക്കുന്നത്. അതിന് കാരണം ഇക്വേഷനാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ചാർജിന് മേൽ ഏൽക്കുന്ന ഫോഴ്സ് F ഈക്വൽ ടു Q ഇൻറ്റു E. അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ചാർജിന് മേൽ ഏൽക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും. എന്നാൽ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അത് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, FB ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. അതായത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജിന് മേലെ ഏൽക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആ പോയിൻറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അല്ല. ഇതുതന്നെയാണ് നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള തൊട്ട് മുൻപുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യം. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിക്കും അതുപോലെ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഒരു കാരണത്താൽ ഒരു പോയിൻറ്റിലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിലെ ഒരു പോയിൻറ്റിൽ ടാൻജൻറ്റ് വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. പക്ഷേ മൂവ് ചെയ്യുന്ന ഒരു ചാർജ് ഈ പോയിൻറ്റിലെത്തുമ്പോൾ അതിന് മേലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇത് തരില്ല. ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. ക്യാനോട്ട് കോൾ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അടുത്തൊരു ചെറിയ ഡെറിവേഷനാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ഡെറിവേഷൻ നോക്കാം. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വച്ചിരിക്കുന്നതായ മാഗ്നറ്റിക് ഡൈപോളിന് മേൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിന് ഉണ്ടാവാൻ സാധ്യതയുള്ള മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട് മാഗ്നറ്റിക് ഡൈപോൾ. എന്താ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ വാട്ട് വി മീൻ ഈസ് മാഗ്നറ്റിക് നീഡിൽ. ഒരു മാഗ്നറ്റിക് നീഡിലിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു കോമ്പസ് എന്ന് വിചാരിച്ചാൽ മതി. ഏറ്റവും ചെറിയൊരു കോമ്പസിനെ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ എന്നുള്ള മീനിങ്ങിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെറിവേഷനിലേക്ക് ഒന്ന് പോകാം. എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്. ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എന്ത് അനുഭവപ്പെടും, അതിനൊരു ടോർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോൾ ഈസ് ദ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദ ഡൈപോൾ. അപ്പോൾ അങ്ങനെ ഒരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഡൈപോളിനെ, ആ ടോർക്ക് കാരണം ആ ഡൈപോൾ എങ്ങോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്ത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു വർക്ക് ചെയ്യണം. ഞാനൊന്നുകൂടെ ക്ലിയർ ആക്കാം. നമുക്കൊരു മാഗ്നറ്റിക് നീഡിലുണ്ട് എന്നിങ്ങനെ വിചാരിക്കുക. ദിസ് ഇസ് എ നോർത്ത് പോൾ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നാച്ചുറലായിട്ട് ഈ മാഗ്നറ്റിക് നീഡിലിന് മേലുണ്ടാകുന്ന ടോർക്ക് കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ എക്സ്റ്റേണലി ഒരു ടോർക്ക് കൊടുത്തുകൊണ്ട് ഈ നീഡിലിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വർക്കാണ്. വി ആർ ഡൂയിങ് എ വർക്ക് എഗെയിൻസ്റ്റ് ദി നാച്ചുറൽ ടോർക്ക്. അവിടെ നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ ഈ നീഡിലിനെ തിരിച്ച് ഏതെങ്കിലും സൈഡിലേക്ക് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ ഈ നീഡിനുള്ളിൽ നമ്മൾ ചെയ്യപ്പെട്ട വർക്ക് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതാണ് ഇവിടുത്തെ പ്രധാന കോൺസെപ്റ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ഡെറിവേഷനിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായ ഡെറിവേഷൻ. എനർജി
ദെൻ വിൽ നത്തിങ് ബട്ട് ദ വർക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ. ടോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടോ എക്സ്റ്റേണൽ ആണ്, എക്സ്റ്റേണൽ ടോർക്കാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. ഫിസിക്സിൻ്റെ ഒരു ഫ്രെയിം വർക്ക് തന്നെ അതാണല്ലോ. നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന നാച്ചുറൽ ടോർക്കിന് ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ടോർക്ക് കൊടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ വിൽ ബി 0. വിത്തൗട്ട് ആംഗുലർ ആക്സലറേഷൻ ആയിരിക്കും ഈ നീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നാച്ചുറലി ഉണ്ടാകുന്ന ടോർക്കിന് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോ എക്സ്റ്റേണൽ എന്നതിന് പകരം ഈ ടോ ഇവിടെ ഉപയോഗിച്ചാലും മതി. മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയതുകൊണ്ട് അതുകൊണ്ടാണ് ടോ ഡി തീറ്റ എന്ന് എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടോ എക്സ്റ്റേണൽ ഇൻറ്റു ഡി തീറ്റ എന്ന് തന്നെ എഴുതണമായിരുന്നു. പിന്നെ ഒരു മാഗ്നറ്റിക് നീഡിലിന് മേൽ അല്ലെങ്കിൽ മാഗ്നറ്റിന് മേൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. UM ദ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ MB സൈൻ തീറ്റ. ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ മുൻപുള്ള അധ്യായത്തിൽ തന്നെ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ MB സൈൻ തീറ്റ ഡി തീറ്റ. ഡി തീറ്റ എന്ന് പറയുന്നത് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്ത ആ ചെറിയൊരു ആംഗിളാണെന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ടായ ചെറിയ ആംഗിളിനെയാണ് ഡി തീറ്റ എന്ന് വിളിക്കുന്നത്. ദെൻ വാട്ട് ടോ ഈക്വൽ ടു MB ഡി തീറ്റ. ഇൻ്റഗ്രൽ MB എന്നിവ കോൺസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. വേർ M മാസല്ല, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് M. B ഇവിടെയുള്ള യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. ഒബ്വിയസ്ലി തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് ഓഫ് ദി ഡൈപോൾ. ഡൈപോൾ ആദ്യം വരുന്ന പോയിൻറ്റും ഇപ്പോൾ ഇരിക്കുന്ന പോയിൻറ്റും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എമ്മും ബിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സൈനിന് പുറത്തെടുക്കാം. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് മാത്രമേ ആവുന്നുള്ളൂ. ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് MB എന്നിവ പുറത്തെടുത്തിട്ട് മൈനസ് കോസ് തീറ്റ ഇങ്ങനെ ഇക്വേഷനെ മാറ്റി എഴുതാം. നമുക്കറിയാം ദിസ് ഇസ് AB കോസ് തീറ്റ. ദാറ്റ് വിൽ ബി സിംപ്ലി A ഡോട്ട് B. അപ്പോൾ നമ്മളതിനെ M ഡോട്ട് B എന്ന് വിളിക്കാം. MB കോസ് തീറ്റയെ M ഡോട്ട് B എന്ന് വിളിച്ചാൽ ദ എനർജി മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ ഡൈപോൾ വിൽ ബി UM ഈക്വൽ ടു മൈനസ് M ഡോട്ട് P. ഇതൊരു ചെറിയ ഡെറിവേഷനാണ്, എന്നാലും കുറച്ച് കൺസെപ്റ്റുകൾ അതിലുണ്ട്. ഡെറിവേഷൻ സിമ്പിളായി മനസ്സിലായെന്ന് വിചാരിക്കും. യെസ്, വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗോസ് ലോ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗോസ് ലോ നമുക്കറിയാം. φE ഈക്വൽ ടു Q/ε0 ഇങ്ങനെയൊരു ഗോസസ് ലോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് ഗോസ് ലോയുടെ ഒരു നിർവചനം, എന്താണ് അതിൻ്റെ മാറ്റം എന്ന് നോക്കാം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0. ഇപ്പോൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, ഗോസ് ലോ പറയുന്നത് ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൻ്റെ തന്നെ റിവിഷൻ്റെ തുടക്കത്തിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞിരുന്നു. അതിലൊരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഫീൽഡ് ലൈൻസ് ഫോം കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോംസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോസസ് ലോയിൽ പോലും വലിയ കോൺസിക്വൻസസ് ചെലുത്താൻ കഴിയുന്ന ഒരു പോയിൻ്റാണത്, ഒരു പ്രോപ്പർട്ടിയാണത്. ഇതാണ് ആ പ്രോപ്പർട്ടി. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗോസസ് ലോയിൽ നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എടുക്കുമ്പോൾ അത് എത്രയായിട്ട് കിട്ടുന്നത്? 0 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലുണ്ട്. ഇൻട്രസ്റ്റ് തോന്നുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്താൽ മനസ്സിലാകാവുന്നതാണ്. ഇപ്പോൾ റിവിഷൻ ആയതുകൊണ്ടും പരീക്ഷാടിസ്ഥാനത്തിൽ മാത്രം ഈ ടോപ്പിക്കുകളെ നോക്കി കാണുന്നതുകൊണ്ടും വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ യു ഹാവ് ദി ഇക്വേഷൻ φB മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B ഡോട്ട് DS. മുമ്പ് പഠിച്ച ഇക്വേഷൻ ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് DS എന്നായിരുന്നു. അത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇവിടെ അത് B ഡോട്ട് DS എന്നായി, മാഗ്നറ്റിക് ഫ്ലക്സ്. ആൻഡ് ദാറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0 പ്രൊവൈഡഡ് സർഫസ് എങ്ങനെയായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അത് പ്രത്യേകം ഒന്ന് ഓർക്കണം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 1-2 പോയിൻറ്റ്സ് ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. ഫ്രം ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം, മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഗോസസ് ലോയുടെ ഈ കാണുന്ന ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൻ്റെ ഒരു പ്രധാന ഇഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് എന്ന് നിങ്ങൾക്ക് പറയാവുന്ന കാര്യം ഇതാണ്, മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മാഗ്നറ്റിക് മോണോപോൾ ഒരിക്കലും ഉണ്ടാവില്ല. എന്താണ് ഈ മാഗ്നറ്റിക് മോണോപോൾ?
നമുക്കറിയാം മാഗ്നറ്റിന് രണ്ട് പോളുകളാണ്, ഒന്ന് നോർത്ത് ഒന്ന് സൗത്ത്. ഏതൊരു ബാർ മാഗ്നറ്റ് എടുത്താലും അതിന് നോർത്തും സൗത്തും ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ ഈ ബാർ മാഗ്നറ്റിനെ രണ്ടായി മുറിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്നത് നോർത്തും സൗത്തുമുള്ള രണ്ട് മാഗ്നറ്റുകളായിരിക്കും. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും എങ്ങനെ നോക്കിയാലും ഒരു ബാർ മാഗ്നറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നോർത്ത് പോൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു സൗത്ത് പോൾ മാത്രമായിട്ടോ നമുക്ക് അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മോണോപോൾ എന്ന് പറയും. അങ്ങനെ ഒരു പോൾ ഇല്ല. മാഗ്നറ്റ് വിൽ ഓൾവേസ് എക്സിസ്റ്റ് ആസ് എ ഡൈപോൾ എന്നുള്ള കോൺസെപ്റ്റാണ്. മാഗ്നറ്റ് എപ്പോഴും ഡൈപോൾ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഗോസസ് ലോയിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഈഫ് മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വുഡ് മോഡിഫൈഡ് ആസ്. ഇനി എന്നിരുന്നാൽ കൂടിയും മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ അപ്പോഴും നമ്മളൊരു ഗോസസ് ലോ എഴുതേണ്ടി വന്നേനെ. ആ ഗോസസ് ലോ എങ്ങനെയായിരിക്കും വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ φb ഈക്വൽ ടു ആസ് യൂഷ്വൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ B.ds ഈക്വൽ ടു μ0qm എന്ന് വന്നേനെ. അപ്പോൾ ഇത് വിശദീകരിക്കാൻ ഞാൻ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് ലോ ഒന്ന് എഴുതാം കേട്ടോ. ദാറ്റ് വിൽ ബി ഇവിടെ എഴുതാം, ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു Q/ε0. ഇതായിരുന്നല്ലോ നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഗോസസ് ലോ എന്ന് പറയും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് പകരം എന്ത് വരും? മാഗ്നറ്റിക് ഫീൽഡ് വരും. ഒബ്വിയസ് ആണ്, നമുക്കറിയാം. ഫ്ലക്സ് ആയതുകൊണ്ട് സർഫസിൻ്റെ ടേം വന്നു. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കോൺസ്റ്റൻറ്റ് 1/ε0 ആണെങ്കിൽ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? μ0 ആയി മാറും. അതുകൊണ്ട് ഇവിടെ 1/ε0 എന്ന് വരുന്ന സ്ഥാനത്ത് ഇവിടെ എന്ത് വരണം? μ0 എന്ന് വരണം. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്ത് പറയാമെങ്കിൽ ഇനിയുള്ള കാര്യവും അങ്ങനെ തന്നെ പറയണം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ Q എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജാണ്. വെറാസ് ഇവിടെ ഒരു ടേം വരണം. അത് ആരുടെ റോള് ചെയ്യണം? ചാർജിൻ്റെ റോള് ചെയ്യണം. പക്ഷേ ഇലക്ട്രിക് അല്ല, മാഗ്നറ്റിക് ആണെന്ന് മാത്രം. സോ μ0qm എന്നെഴുതണം. വെർ qm ഈസ് ദ മാഗ്നറ്റിക് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. യെസ്, ഈ ds എന്ന് പറയുന്നത് ഈ വലിയ സർഫസിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഈ വലിയ സർഫസാണ്. ആ സർഫസിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നറ്റിക് ചാർജ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഇഫ് മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ. ഓക്കെ, ഒരു കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാഗ്നറ്റൈസേഷൻ, ക്യാപിറ്റൽ M എന്നുള്ള കോൺസെപ്റ്റാണ്. നോക്കാം. ദ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ ലെറ്റർ m ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു മെറ്റീരിയലിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു എന്ന് വിചാരിക്കാം. വി ഹാവ് എ മെറ്റീരിയൽ, അതിന് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. ഈ മെറ്റീരിയലിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്, ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ തിയറിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അറ്റമിക് അല്ലെങ്കിൽ മോളിക്കുലാർ ഡൈപോളുകളാണ്, മാഗ്നറ്റിക് ഡൈപോൾസ് ആണ്ട് കാര്യമാണ് ഈ പറയുന്നത്. അപ്പം നോർമലി അവർ ഡൈപോൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ബിക്കോസ് ഓഫ് ദിസ് അഡീഷണൽ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഈ എക്സ്റ്റേണലി മാഗ്നറ്റിക് ഫീൽഡാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ മെറ്റീരിയലിനുള്ളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുകൾ ഉണ്ടാവും. അത് രണ്ട് രീതിയിൽ സംഭവിക്കാമെന്നൊക്കെ നമുക്കറിയാം. ഒന്നെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുകൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബൈ ബർത്ത് ഇവർ ഡൈപോൾ ഒന്നും ആവണമെന്നില്ല. ബട്ട് ബിക്കോസ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദിസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അവർ ചിലപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയേക്കാം, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവാം. എങ്ങനെ വന്നാലും കൊള്ളാം, അവിടെ ഉണ്ടായ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയത്തെയാണ് നമ്മൾ ഒറ്റയടിക്ക് എന്ത് പറയുക? മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ മാഗ്നറ്റൈസേഷൻ സംഭവിച്ചാൽ എന്താണ് മെറ്റീരിയലിന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ മെറ്റീരിയൽ ബിക്കം സ്ലൈറ്റ്ലി മാഗ്നറ്റ്. മെറ്റീരിയൽ മാഗ്നറ്റായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മെറ്റീരിയൽ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടികൾ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിനുള്ളിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുകൾ ഉണ്ടാകുന്നു എന്നാണ്. ഇൻഫാക്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിനടുത്തേക്കൊരു ഇരുമ്പാണി, അയൺ നെയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് അട്രാക്ട് ചെയ്യാൻ കാരണം ഈ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ഇരുമ്പാണിക്കുള്ളിൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇരുമ്പാണിക്ക് മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അയാൾ കുറച്ച് നേരത്തേക്ക് ഒരു മാഗ്നറ്റായി മാറുകയും ദെൻ യു ഹാവ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ, ദേ വിൽ അട്രാക്ട്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് മാഗ്നറ്റൈസേഷൻ ഇങ്ങനെ എഴുതാം: M ഈക്വൽ ടു സ്മോൾ ലെറ്റർ m നെറ്റ് ബൈ V. ഈ സ്മോൾ ലെറ്റർ m നെറ്റ് എന്ന് പറയുന്നതാണ്
നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയും. മാഗ്നറ്റൈസേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് യൂണിറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ആംബിയർ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നറ്റൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ദാറ്റ് വിൽ ബി ദി റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ബി ആൻഡ് മാഗ്നറ്റൈസേഷൻ എം. അപ്പോൾ മാഗ്നറ്റൈസേഷൻ എമ്മും മാഗ്നറ്റിക് ഫീൽഡ് ബിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാഹചര്യം ഒന്ന് നോക്കാം. കൺസിഡർ എ സോളിനോയിഡ് ഓഫ് n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ക്യാരിങ് എ കറണ്ട് I. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു യൂണിറ്റ് ലെങ്തിൽ n നമ്പർ ഓഫ് ടേൺസ് ഉള്ള, ഒറ്റവാക്കിൽ പറഞ്ഞാൽ n നമ്പർ ഡെൻസിറ്റി ഉള്ള എന്ന് പറയുന്നത് തന്നെയാണ് കറക്റ്റ്. എന്തിനേലും വിശദീകരിച്ച് പറയുമ്പോൾ ഒരു യൂണിറ്റ് ലെങ്തിൽ n ടേൺസ് അടങ്ങിയിരിക്കുന്ന ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡിലൂടെ എന്ത് പോകുന്നുണ്ട്, ഒരു I കറണ്ട് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും സോളിനോയിഡിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇഫ് ദ ഇൻറ്റീരിയർ ഓഫ് ദ സോളിനോയിഡ് ഈസ് ഫിൽഡ് വിത്ത് എ മെറ്റീരിയൽ ഹാവിങ് നോൺ സീറോ മാഗ്നറ്റൈസേഷൻ. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്ന ഒരു വസ്തു, എല്ലാ വസ്തുക്കൾക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ നോൺ സീറോ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവണം, സീറോ മാഗ്നറ്റൈസേഷൻ അല്ല. സീറോ മാഗ്നറ്റൈസേഷൻ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വുഡ്, തടി. ഒരു മാഗ്നറ്റിനടുത്ത് വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതിന് കാരണം തടിക്കുള്ളിൽ സീറോ മാഗ്നറ്റൈസേഷനാണ്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇരുമ്പ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റൈസേഷൻ ഇരുമ്പിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നോൺ സീറോ മാഗ്നറ്റൈസേഷനുള്ള നോൺ സീറോ മാഗ്നറ്റൈസേഷനുള്ള ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ഈ സോളിനോയിഡിനുള്ളിൽ വെച്ചിരിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. അപ്പോൾ ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ക്യാപിറ്റൽ ബി എന്ന് വിളിക്കാം. അതിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്ന്, ഓൾറെഡി ഈ സോളിനോയിഡിലൂടെ എന്ത് പോകുന്നുണ്ട്, കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതാണ് B0. ഓക്കെ. രണ്ട്, ഈ B0 എന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നോൺ സീറോ മാഗ്നറ്റൈസേഷൻ ഉള്ളൊരു വസ്തു നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരു M നെറ്റ് ഉണ്ടാവും, അഥവാ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. അത് കാരണം ഈ വസ്തു തന്നെ എന്തായി മാറും, ഒരു മാഗ്നറ്റായി മാറും. ആ വസ്തു ഉണ്ടാക്കുന്ന അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേറെ ഉണ്ടാവും. അതാണ് BM എന്ന് പറയും. ഇവിടെ BM എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ എന്നാണ് കേട്ടോ. സ്മോൾ ലെറ്റർ M ആണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ഇൻ ദി സോളിനോയിഡ്. അങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടാവും. ഇൻഫാക്റ്റ് ഇങ്ങനെയൊരു സോളിനോയിഡിൻ്റെ സെറ്റപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് രണ്ടിനുമുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 നമ്മൾ മുമ്പേ തന്നെ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ ഡെറൈവ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ആ അധ്യായത്തിൻ്റെ റിവിഷൻ വീഡിയോയിൽ നമ്മളത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ വിശദമായിട്ടുണ്ടാവും. ആ ഇക്വേഷൻ നമുക്കറിയാം, B0 = μ0 Ni. സിമ്പിൾ ഇക്വേഷൻ. ദാറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ഇൻ ദ സോളിനോയിഡ്. സിമ്പിൾ. അതിൽ അറിയത്തില്ലാത്ത പുതിയതായിട്ട് വന്ന ഒരാളായിട്ടൂടെ പറയാവുന്നത് BM ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റൈസേഷൻ ഓഫ് ദി മെറ്റീരിയൽ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, BM = μ0 M. കറക്റ്റാണ്. കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ആ സോളിനോയിഡിനുള്ളിൽ വെച്ച വസ്തുവിനുണ്ടായ മാഗ്നറ്റൈസേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എഴുതാവുന്നൊരു കാര്യം ഇതാണ്, BM ഈസ് പ്രൊപ്പോർഷണൽ ടു M എന്ന് എഴുതാം. പിന്നെ മാഗ്നറ്റൈസേഷൻ ആണല്ലോ, BM = μ0 M. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത്. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ മെറ്റീരിയൽ ഇൻസൈഡ് ദ സോളിനോയിഡ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ M ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിൽ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അത് എന്തിനെയാണ് ആശ്രയിക്കുന്നത് ചോദിച്ചാൽ ആ വസ്തുവിലുണ്ടായ മാഗ്നറ്റൈസേഷനെയാണ് ആശ്രയിക്കുന്നത്. ഇനിയും ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ കാണുന്ന സോളിനോയിഡിനകത്ത് വെച്ചിരുന്നത് വുഡാണെന്ന് വിചാരിക്കുക. അതിന് സീറോ മാഗ്നറ്റൈസേഷനാണ്. ആ കേസിൽ സോളിനോയിഡിനുള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ഒറ്റ ടേമേ ഉണ്ടാവൂ, BM ഉണ്ടാവില്ല. കാരണം അവിടെ M എത്രയാണ്, 0 ആണ്. അതുകൊണ്ട് ഈ ടേമേ ഇല്ല. അതുകൊണ്ടാണ് ആദ്യമേ നമ്മളൊരു ജാമ്യം എടുത്തത്, ദർ ഷുഡ് ബി എ നോൺ സീറോ മാഗ്നറ്റൈസേഷനുള്ള മെറ്റീരിയൽ ആയിരിക്കണം ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, ഇനി ഡെറിവേഷനിലെ ചെറിയ സ്റ്റെപ്പുകളിലേക്ക് കിടക്കാം. നമുക്ക് കിട്ടിയ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B = B0 +
ബി എം എന്ന് പറയും. അപ്പോൾ അത് രണ്ടിനുമുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മ്യൂ സീറോ എൻ ഐ പ്ലസ് മ്യൂ സീറോ എം. ദാറ്റ് വിൽ ബി എൻ ഐ എന്നെഴുതിയ ഈ കാര്യം. എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ഐ ഈസ് ദ കറണ്ട് ത്രൂ ദി സോളിനോയിഡ്. ഇത് രണ്ടിനെയും ചേർത്ത് എച്ച് എന്ന് വിളിക്കാൻ കേട്ടോ. കറണ്ട് മാറ്റുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കണം. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് മാറ്റുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കണം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ എഴുതിയാൽ ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് പ്ലസ് മ്യൂ സീറോ എം എന്നായി. ദാറ്റ് വിൽ ബി മോഡിഫൈഡ് ഇൻ ടു ബി ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് എച്ച് പ്ലസ് എം എന്ന് വിളിക്കും. അതിൽ എം എന്ന് പറയുന്നത് സോളിനോയിഡിനുള്ളിൽ നമ്മൾ വെച്ച മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ ആകുമ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇവിടെ പുതിയ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ്സ് കോൾഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇനി എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് താഴെ പറയാം, എങ്കിലും മനസ്സിലാക്കുക ദിസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. എച്ച് ഈക്വൽ ടു എൻ ഐ എന്നുകൂടി ഓർത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് നോക്കാം. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എച്ച്, നമ്മുടെ ഇക്വേഷൻ തന്നെ ഇതാണ്. ബി ഈക്വൽ ടു മ്യൂ സീറോ എച്ച് പ്ലസ് എം. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുള്ള ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. വാട്ട് എച്ച് പ്ലസ് എം ഈക്വൽ ടു ഈ മ്യൂ സീറോ ലെഫ്റ്റിലേക്ക് പോട്ടെ, ദാറ്റ് വിൽ ബി ബി ബൈ മ്യൂ സീറോ സിമ്പിൾ. അവിടുന്ന് എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ സീറോ മൈനസ് എം. ഇതാണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിക്കുള്ള ഒരു ഇക്വേഷനായി നിങ്ങൾ ഓർക്കേണ്ടത്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷനായിട്ട് ഓർക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ.